നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പവിത്ര തീർത്ഥമായ ഗംഗാ നദിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംഭാവന 21 ലക്ഷം. കുംഭമേളയിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ പൊതുശുചിത്വം നിലനിർത്തേണ്ട ആസൂത്രണ പ്രവർത്തനങ്ങൾക്കായാണ് പ്രധാനമന്ത്രി തന്റെ വ്യക്തിഗത ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപ സംഭാവന ചെയ്തത്. ഇതിനു മുൻപും പലതവണ നരേന്ദ്രമോദി ഗംഗാ നദിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വ്യക്തിഗതമായും തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹൈന്ദവ സംസ്കാരത്തിന്റെ പുണ്യനദിയുടെ പരിശുദ്ധി നിലനിർത്താൻ പ്രധാനമന്ത്രി നൽകിയ ഏറ്റവും പുതിയ സംഭാവന എന്ന് തന്നെ പറയാം. അടുത്ത കാലത്ത് സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന സിയോൾ പീസ് പ്രൈസിന് പ്രധാനമന്ത്രി അർഹനായിരുന്നു. സമ്മാന തുകയായി ലഭിച്ചത് ഏകദേശം 1,03 ലക്ഷം രൂപയായിരുന്നു. ഈ തുക ഗംഗാ നദിയുടെ പുനരുദ്ധാരണ പരിപാടികൾക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായി സംഭാവന ചെയ്യുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ ശ്രദ്ധേയമായിരുന്നു. മാത്രമല്ല, അതോടൊപ്പം തന്നെ നമാമി ഗംഗ പ്രോജക്റ്റിൽ തനിക്ക് ലഭിച്ച മൂല്യമേറിയ സമ്മാനങ്ങൾ ലേലം ചെയ്യാനും തീരുമാനിച്ചു. ഇതിലൂടെ ലഭിച്ച 3.5 കോടിയിൽ പരം രൂപ സംഭാവന ചെയ്തതും രാജ്യം കയ്യടിയോടെ തന്നെ വരവേറ്റിരുന്നു. ഹൈന്ദവരുടെ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഗംഗാ നദിയിലെ ഓരോ ദിവസം കഴിയും തോറും മലിനമായിക്കൊണ്ടിരിക്കുന്ന ജലത്തിന്റെയും നദീ പരിസരത്തിന്റെയും ശുചീകരണ പ്രവർത്തനങ്ങൾ 2020 പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയായിരുന്നു നമാമി ഗംഗ പ്രോജക്റ്റ്. 12 വർഷത്തിൽ മാത്രം നടക്കുന്ന കുംഭമേളയിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ പൊതുശുചിത്വം ഗംഗാ നദി ജലത്തിന്റെ ശുദ്ധീകരിക്കലും മാത്രമല്ല, ഇന്ത്യൻ സംസ്കാരത്തിന് കൂടി ഭാഗമായ ഗംഗാ നദിയുടെ സംരക്ഷണം ഉറപ്പാക്കുകയും കൂടിയാണ് ഈ പ്രോജക്റ്റ്. നമാമി ഗംഗ പ്രോജക്റ്റ് ഇതാണ് ലക്ഷ്യമിടുന്നതും. മാറി മാറി വന്ന സർക്കാരുകൾ ഗംഗാ നദിയുടെ ശുചീകരണത്തിനായി പല ബോർഡുകൾ രൂപീകരിച്ചെങ്കിലും ഒന്നും നടപ്പിലായില്ല. മാത്രമല്ല, നദിയിലെ ജലം കുളിക്കാൻ പോലും കഴിയാത്ത പാകത്തിൽ മലിനവുമായിരുന്നു. ഗംഗാജലം അമൃതിനേക്കാൾ മൂല്യവും പുണ്യനദിയുമാണെന്ന പുരാണങ്ങളിലെ വാക്കുകൾ ഓർക്കുന്നത് നന്നാകും. ഇന്ന് രാജ്യത്തെ ഓരോ നദികളും ഊർധ്വശ്വാസം വലിക്കുകയാണ്. മലിനീകരണ തോത് വർദ്ധിച്ചു വരികയുമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ 3 നദികളാണ് ഇന്ത്യ എന്ന മാതൃരാജ്യത്തിന്റെ നാഡീ നരമ്പുകളാകുന്നത്. ഒരു ഹിന്ദുവിന് മാത്രമേ ഈ നദികളും ഭാരതത്തിലെ ജനങ്ങളും എത്രയേറെ ബന്ധമുണ്ടെന്ന് തിരിച്ചറിയാനാകൂ. ദൈവങ്ങളും ജീവിതങ്ങളും തമ്മിൽ ഇഴപിരിഞ്ഞു കിടക്കുന്ന പുണ്യനദികളെ സംരക്ഷിക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും കർത്തവ്യമാണ്. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. ഏതു പാപവും കഴുകിക്കളയാൻ ഗംഗയിൽ മുങ്ങിയാൽ മതിയെന്നാണ് പഴമക്കാർ പറയുന്നത്. ഗംഗയിൽ മുങ്ങി നിവർന്നാൽ പുതുജീവനും പുതുജീവിതവും ലഭിക്കുമെന്നാണ് നമുക്ക് വിശ്വാസം. ശബരിമല ചവിട്ടാനെത്തുന്ന കന്നി അയ്യപ്പന്മാർ വരെ പമ്പയിൽ മുങ്ങി നിവരുമ്പോൾ അയ്യപ്പനോളം വലുതാകുന്നുണ്ട്. പാപം കഴുകിക്കളഞ്ഞ് മല കയറി 18ാം പടി കയറിയെത്തുമ്പോൾ തീരുകയാണ് നിങ്ങൾ ചെയ്ത പാപങ്ങൾ. വീണ്ടും മലയിറങ്ങി വരുന്നവർ പിന്നെ എങ്ങനെ ജീവിക്കണമെന്നത് അവരുടെ ബോധ്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഗംഗാ സ്നാനവും. പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പുണ്യമാക്കാൻ കഴിയുന്ന ജലം. ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളുമായി എത്രയോ ശക്തമായ ബന്ധമാണ് ഗംഗയ്ക്കും രാജ്യത്തിനുമുള്ളത്. ഹിന്ദുസ്ഥാൻ എന്നാൽ ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഭൂമി എന്നാണ്. അനാചാരങ്ങളെയല്ല, ആചാരങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത്. അനാചാരങ്ങൾ കാലാന്തര മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. ജലത്തെയും നദിയെയും സ്നേഹിക്കാൻ പഠിക്കണമെന്നത് വരാനിരിക്കുന്ന കാലത്തിന്റെ മുദ്രാവാക്യമാണ്. കൊടും വരൾച്ചയും അതിവൃഷ്ടിയും ജീവന് തന്നെ ഭീഷണിയാവുകയാണ്. കുടിവെള്ളം എന്നത് കുപ്പിവെള്ളമെന്നും കിട്ടാക്കനിയെന്നും വിളിക്കപ്പെടുന്ന കാലം വരുന്നുണ്ട്. ലോകം തന്നെ ഈ ദുരന്തത്തെ മുൻകൂട്ടി കാണുന്നുമുണ്ട്. വരാനിരിക്കുന്ന ലോകമഹായുദ്ധം പോലും കുടിവെള്ളത്തിന് വേണ്ടിയാണെന്ന് മൺമറഞ്ഞു പോയവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഗംഗാ ശുദ്ധീകരണ പ്രവർത്തനത്തിലുള്ള വലിയ സംഭാവന ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം. ലോകം മുഴുവൻ കുടിവെള്ളത്തിനായി ഇന്ത്യയെ സമീപിക്കുന്ന ഒരു കാലം വരും. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളെ ലോകം ആശ്രയിക്കുന്നത് പോലെ. അറബ് രാജ്യങ്ങളെ അമേരിക്ക ആക്രമിച്ചത് എന്തിനായിരുന്നു? തീവ്രവാദം ഇല്ലാതാക്കുന്നതിനോടൊപ്പം ലോക മാർക്കറ്റിലെ പ്രകൃതിവാതക കച്ചവടത്തിന്റെ നെടുംതൂണാവുക എന്നതും ലക്ഷ്യമായിരുന്നു. ഇതേ രീതിയിൽ കുടിവെള്ളത്തിനായി ലോകം തന്നെ ഇന്ത്യയുടെ അടുത്തെത്തുന്ന കാലം വിദൂരമല്ല. അതിനായി നമ്മുടെ നദികളെല്ലാം സംരക്ഷിക്കണം, മലിനമാകാതെ സൂക്ഷിക്കണം. മലിനമായവയെല്ലാം ശുദ്ധീകരിക്കണം. അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിനൊപ്പം നിൽക്കണം. പ്രധാനമന്ത്രി കാട്ടുന്ന വഴിയിലൂടെ നടക്കണം. ഗംഗയടക്കം കേരളത്തിലെ 44 നദികളും ശുദ്ധീകരിക്കണം. ഗംഗ ശുചിയാക്കാൻ പ്രധാനമന്ത്രി കാട്ടുന്ന ഉത്സാഹം ഓരോ സംസ്ഥാന സർക്കാരുകളും കാട്ടണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.